വെള്ളാപ്പള്ളിയുടെ തനി നിറം പുറത്താകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഒരു ടൂളാണെന്നാണ് പറയുന്നത്. അത് CPI ആണ് പറയുന്നത്, ഭരണകക്ഷിയിലെ രണ്ടാമത്തെ പാർട്ടി. അപ്പോൾ ഇത് എത്രത്തോളം ഗൗരവതരമായ കാര്യമാണെന്ന് എന്നുള്ളതാണ്, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണക്കാരൻ എന്നും CPI പറയാതെ പറയുന്നു. 9 വർഷത്തിനിടെ വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് മലപ്പുറത്ത് നിന്നപ്പോ ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരില്ലേ? ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് അല്ല ഈ 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ 9 വർഷത്തിനിടെ നോക്കില്ലേ? ഈ CPI തോൽവിയുടെ മുഴുവൻ വെള്ളാപ്പള്ളി നടേശനാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. യഥാർത്ഥത്തിൽ കള്ളാപ്പള്ളി ഈ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ കയ്യിലെ ഒരു നല്ല പണിയായുധം തന്നെയാണ് കേട്ടോ. നല്ല അസൽ ടൂള് തന്നെ. മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ ഈ ഒരു വായയിലൂടെ, വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ കള്ളാപ്പള്ളിയുടെ വായിലൂടെ പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് സാധാരണ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ മതേതര മുഖത്തിന് അതിനെ വിഷലിപ്തമാക്കാനുള്ള, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഇവരുടെ പരിപാടികൾ ആട്ടപ്പടലം പൊളിയുകയാണ്. ന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷത്തിലെ മറ്റു വിഭാഗങ്ങളായാലും ഇവരോടെല്ലാം ഇത്തരത്തിലുള്ള വരേണ്യവർഗത്തിന്, അധികാരവർഗത്തിന് പുച്ഛമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുച്ഛമാണ് ഇവർ ഇത്തരം പ്രസ്താവനകളിലൂടെ ഇങ്ങനെ വിഷം തുപ്പുന്ന രൂപത്തിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഭൂരിപക്ഷത്തിലെ സാധാരണക്കാർ ഇവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും ജയ് വിളിക്കാനും മത്സരിക്കുന്നു. നിങ്ങളിത് തിരിച്ചറിയുക. കാരണം നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി ഏകുകയല്ല, അവരവരുടെ പോക്കറ്റുകൾ വീർപ്പിക്കുകയാണ് ഇത്തരം നേതാക്കളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക.